ഉഡായിപ്പ് പാസ്റ്റർമാരെ യുപിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കാരണം നിങ്ങളുടെ യാതൊരു ഉഡായിപ്പും അവിടെ നടക്കില്ല എന്ന് അടിവരയിടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. അതായത് ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കൈകാലില്ലാത്തവന് കൈകാലുകൾ കൊടുക്കുക, ശബ്ദമില്ലാത്തവന് ശബ്ദം വരിയിച്ചു കൊടുക്കുക, മരണപ്പെട്ട ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അങ്ങനെയുള്ള ഉഡായിപ്പുകളൊക്കെ നടത്തുന്ന പാസ്റ്റർമാർ ജാഗ്രത. ഉത്തർപ്രദേശിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഈ ആന്റി കൺവേർഷൻ ലോ ഉണ്ട്, അതായത് മതം മാറ്റ നിരോധന നിയമം എന്നാണ് അതിന്റെ പേര്. ഉത്തർപ്രദേശിലെ കൗശാബിയിലാണ് ഇത് നടക്കുന്നത്. അവിടെ വീരേന്ദ്ര കുമാർ ദിവാകർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവിടെ കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. അതായത് കഴുത്ത് വേദന സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ്. അങ്ങനെ അസുഖമുള്ള അദ്ദേഹം ധാരാളം നാളുകളായി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അസുഖങ്ങൾ ഒന്നും തന്നെ സുഖമാകുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിനെ ശങ്കർലാൽ ചൗരാഷിയ എന്ന് പറയുന്ന ഒരാൾ മഞ്ച്ഹൻപൂരിൽ വെച്ച് കാണുന്നത്. ഈ ശങ്കർലാൽ ചൗരാഷിയ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഈ വീരേന്ദ്ര കുമാർ ദിവാകറിനെ ഈ മഞ്ച്ഹൻപൂർ വെച്ച് കാണുന്നു. എന്നിട്ട് അദ്ദേഹം വീരേന്ദ്ര കുമാറിനോട് പറയുകയാണ്, നിങ്ങളുടെ സെർവിക്കൽ സ്പോണ്ടിലൈസിസ് അത് ഞാൻ സുഖപ്പെടുത്തി തരാം. ഒരു ആശുപത്രിയുണ്ട്, അത് ജലന്ധറിലാണ്. ആ ആശുപത്രി വരെ ഒന്ന് വന്നാൽ മതി, ഇത് പുഷ്പം പോലെ സുഖപ്പെട്ട് തരും, സുഖമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വിശ്വസിച്ച് ഈ വീരേന്ദ്ര കുമാർ ദിവാകറും അദ്ദേഹത്തിന്റെ ഭാര്യയും ജലന്ധറിലേക്ക് പോകുന്നു. ആശുപത്രിക്ക് പകരം മെയ് 2024 ഒരു ചർച്ചിലേക്കാണ് ഇവർ പോകുന്നത്. ചർച്ചിലേക്ക് എത്തിയ ഈ വീരേന്ദ്ര കുമാർ ദിവാകരെ അവർ ബലപ്രയോഗത്തിലൂടെ മതം മാറ്റുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മതം മാറ്റുന്നു. മതം മാറ്റിക്കഴിഞ്ഞ ശേഷം അവർക്ക് പൈസ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ മാസവും 1000 രൂപ വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരും. പോരാത്തതിന് നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ 5 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴും എന്നാണ് ഈ വീരേന്ദ്രകുമാർ ദിവാകറിനോട് പറഞ്ഞത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീരേന്ദ്രകുമാർ ദിവാകർ ആരോടും ഒന്നും പറയാൻ പോയില്ല. അതേസമയം 6 മാസം ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന് പൈസയൊന്നും വരാത്തതിനെ തുടർന്ന് ഇദ്ദേഹം എന്തുകൊണ്ടാണ് പൈസ വരാത്തത് എന്ന് ചോദിക്കാനായി തിരിച്ചു ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പീഡിപ്പിക്കുകയും ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ഇതേ പാസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. തുടർന്ന് പോലീസിൽ കേസ് കൊടുക്കുകയും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇരയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് തന്നാപൂർ ഗ്രാമത്തിന് സമീപമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രതികളിൽ നിന്ന് പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങളും അടങ്ങിയ 76 ലഘുലേഖകളും പോസ്റ്ററുകളും കണ്ടെടുത്തതായി ഇൻസ്പെക്ടർ സഞ്ജയ് തിവാരി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അഡീഷണൽ SP രാജേഷ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇത്തരത്തിൽ അനധികൃതമായി മതം മാറ്റം നടത്തുന്ന സകല പാസ്റ്റർമാർക്കെതിരെയും ഒരു അന്വേഷണം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഈ കേസിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് അവിടുത്തെ SP ആയിട്ടുള്ള ഇൻസ്പെക്ടർ സഞ്ജയ് തിവാരി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ സുവിശേഷവൽക്കരണത്തിന്റെ ഒരു ഭയാനകരമായിട്ടുള്ള ഉയർച്ച ഉണ്ടായതായിട്ടാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഗ്രാമീണ മേഖലയിൽ സുവിശേഷവൽക്കരണത്തിന്റെ ഭയാനകരമായ ഒരു വേർഷൻ അവിടെ നടമാടുന്നുണ്ട്. അതായത് ദൈനിക് ജാഗരൺ എന്ന് പറയുന്ന പത്രത്തിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബിൽ 2 വർഷത്തിനുള്ളിൽ 3,50,000-ലധികം ആൾക്കാരെയാണ് ഇത്തരത്തിൽ മതം മാറ്റിയിരിക്കുന്നത്. ഇവാഞ്ചലിസ്റ്റിക് ലോബി മതം മാറ്റിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 2023-24 വർഷത്തിൽ മാത്രം 1.2 ലക്ഷം പേർ പഞ്ചാബിൽ മതം മാറി. 24-25 കാലഘട്ടത്തിൽ 2 ലക്ഷം പേർ മതം മാറി. അങ്ങനെ 3.5 ലക്ഷം പേരാണ് 2 വർഷത്തിനുള്ളിൽ മതം മാറിയിരിക്കുന്നത്. 2024 നവംബറിൽ ആന്ധ്രാപ്രദേശിലെ കാൽവരി പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന മതപരിവർത്തന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് പ്രതിമാസം 3000-ലധികം ഹിന്ദുക്കളെയാണ് അവിടെ ഇവാഞ്ചലിസ്റ്റിക് ലോബി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതുപോലെ 2024 ഡിസംബറിൽ ഉത്തർപ്രദേശിലെ ക്രിസ്ത്യൻ മിഷനറിമാർ നേപ്പാളിൽ നിന്നുള്ള മാധേസി മതപരിവർത്തന മാതൃക ഉപയോഗിച്ച് അത്ഭുതകരമായ രോഗശാന്തിയും സാമ്പത്തിക നേട്ടവും വാഗ്ദാനം ചെയ്ത് വിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽ പ്രധാനമായിട്ടും പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപക അന്വേഷണം ഇവർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.